ഒരു കാര്യം പറയുക. ഇനി ബാക്കിയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് ഗൈസ്. മെയിനായിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് റീസെൻറ്റ് ഡേയ്സ് ആയിട്ട് MRC ഗ്യാങ്ങിൻ്റെ അകത്ത് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പേഴ്സണലി വേണ്ടപ്പെട്ട 2 പേരാണ് അതിൻ്റെ ഓണേഴ്സ്. അതിലൊരാളെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും അതിൽ വേറൊരാളെന്ന് പറഞ്ഞാൽ ഗോകുവാണ്. അവർക്ക് 2 പേർക്കും കറൻ്റ്ലി ഇപ്പം ഇത് വന്ന് വിളിച്ച് പറഞ്ഞ് സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഈ MRC എന്ന് പറയണ 3 ഇത് ചിലപ്പോൾ കേൾക്കാൻ ഈ സ്റ്റോറി ഇത് ഞാൻ ഈ പറയണ കാര്യങ്ങൾ കേൾക്കാൻ വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ അടുത്തും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഈ MRC എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായ ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRC. MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയറാണ് ഞാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ ടൂർണമെൻറ്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പായിരുന്നു ഞാൻ ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണത് പോലെ നമ്മുടെ കുറേ പേരുണ്ട് അതിനകത്ത്. ആക്സ്ട്രോളിക്ക്, നോയ്സി ബോയ്, ഇങ്ങനെ കുറേ നല്ല കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന ക്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ടൊരു ചെറിയ കഥ പറയാം. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ VC വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന ക്ലാൻ. ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു. അവൻ ആ സമയത്ത് നമ്മുടെ അത് ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC നിന്ന് ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എൻ്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലൈൻഡിൻ്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അവർ. സോ വൺസ് ഗോകുവിനും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും അതുപോലെ അശ്വിൻ ചേട്ടന് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. അശ്വിൻ ചേട്ടൻ വൺസ് അത് കഴിഞ്ഞിട്ട് ബിസിനസ് പരമായിട്ട് പുള്ളിക്ക് ദുബായിൽ കുറച്ച് ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പം പുള്ളിക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് MRCയിലെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗോകുവിന് പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതൂടെ വന്നപ്പോഴത്തേക്കിന് ഗോകുവും നേരെ വെളിയിലോട്ട് പോയി. സോ അങ്ങനെ ആ MRCയുടെ ബൂട്ട് ക്യാമ്പ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഷട്ട് ഡൗൺ ചെയ്ത് നിർത്തി കംപ്ലീറ്റ്ലി MRCയുടെ ഓപ്പറേഷൻസ് ഫുള്ള് കട്ട് ചെയ്തു. പിന്നെ അതിനകത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല, പ്ലേയേഴ്സ് ഇല്ല. ഞാൻ പറയാം, മര്യാദ അത് ഓപ്പറേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്നും കേരളത്തിലെ ടോപ്പ് ഓർഗനൈസേഷൻ എന്നുള്ള തന്നെ രീതിയിൽ അവരുണ്ടാക്കി വെച്ച അന്നത്തെ ലെഗസി തന്നെ ഇന്നത്തെ കേരളത്തിലെ ടോപ്പ് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ അത് ഇന്നും അറിയപ്പെടും. അന്നത്തെ ലെഗസി, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായ? അങ്ങനെ നിന്ന ഒരു ടൈം ആയിരുന്നു MRC എന്ന് പറയുന്ന സാധനം. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയണത് പോലെ അവൻ തന്നെ കുറ്റസമ്മതം അല്ല, സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇത് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. സോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത് വരാനാണെങ്കിൽ തൊപ്പിയുടെ അടുത്ത് ഇത് ഓണർഷിപ്പ് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർഗിന്റെ പേരാണടാ MRC എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ തൊപ്പി ഇത് പ്രൈം ടൈമിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്ത് അവർക്ക് വന്ന് ക്ലെയിം ചെയ്യാമായിരുന്നു. ഇന്നേ വരെ ഒരു പബ്ലിക് അപ്പിയറൻസിലോ ഗോകുവോ അശ്വിൻ ചേട്ടനോ ഒരാൾ പോലും ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾ കാണുന്നവർക്കറിയാം, അല്ലാത്തവരുടെ ഞാൻ പറയുന്നില്ല. ഇന്നേ വരെ അവർ വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട് എനിക്കതിൻ്റെ ക്രെഡിറ്റ് വേണം, അല്ലെങ്കിൽ തൊപ്പി ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്നത് ചെയ്യുമ്പോഴും അത് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. മനസ്സിലായ? കാരണം ഇന്ന് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നടക്കാത്തത് കൊണ്ടാണ്.
എടാ ഇത്രയും മോശം സമയത്ത് അവരതിന്റെ ഓണർഷിപ്പ് ടേക്ക് ഓവർ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടോട് കൂടിയാണ് അത് ചെയ്യേണ്ട അവസ്ഥ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. സോ അവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സമാധാനത്തോടെ നിങ്ങൾ കേൾക്കുക. തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ ബ്രോ, ഇതിൽ അഭിപ്രായം പറയാനില്ലെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ മറ്റേ പേടിയുള്ളത് പോലത്തെ ആയിപ്പോവും. തൊപ്പി വരും, തൊപ്പി വന്ന് എന്തോ പറയുമെന്ന് നമ്മുടെ ഗ്യാങ് ടിവിയെ പറ്റി ഈ RP ഇഷ്യൂവിൽ വന്ന് ഓഡിയൻസ്, ഇവിടുത്തെ MRC ഓഡിയൻസ് തൊപ്പി വന്ന് നിന്നെ ഇതാക്കി കളയും, മറ്റേ ഇത് പറഞ്ഞു കളയും, നിന്നെ ഇതാക്കുമ്പോൾ കണ്ടോടാന്നൊക്കെ പറഞ്ഞു വരുന്നപ്പം ഇത്രയും കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പല സൈസിലുള്ള സാധനങ്ങളും അതും ഇതും എല്ലാം കാണേണ്ട വന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെറിയ ചെറിയ അപരാധങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും ഞാൻ VC-ലോട്ടൊന്ന് പോവാം. ബാക്കി അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പറയാം. ലൈവ് നോ എൻ്റെ ലൈവിൽ ഇത് കണ്ടോണ്ടിരിക്കണം കേട്ടാ. ഞാൻ ഏത് VC-ലെ ലൈവ് നോ 1 ഹലോ എടാ ഡ്രാഗ് ചെയ്തത് നിന്നെ. ഹലോ AFK ആണോ ഗോകു? കേക്കുന്നില്ലടാ. എനിക്ക് കേൾക്കാം. ഗോകു വന്നോ? പളിയ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞ. അശ്വിൻ ചേട്ടനും ഉണ്ട് ഇവിടെ, ഗോകു ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ്. ഗോകുവും റസിനും അങ്ങനെ കുറച്ച് പേര്, ആക്ഫ്രോളിക്ക് അങ്ങനെ കുറച്ച് പേരൊക്കെ ചേർന്നാണ് ഈ ഒരു ഓർഗ് ഫോം ചെയ്തത്. അതിനുശേഷം അശ്വിൻ ചേട്ടനാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗൺ ടൈം വന്ന സമയത്ത് അശ്വിൻ ചേട്ടനാണ് നമ്മളെ ഓരോ പേഴ്സണൽ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു പൊസിഷനിലോട്ട് എത്തി. അശ്വിൻ ചേട്ടനാണ് ആ ഒരു ഓണർഷിപ്പ് ഇത് ചെയ്തത്. സോ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ VC-യിലുള്ളത്. അശ്വിൻ ചേട്ടനും അതുപോലെ തന്നെ ഗോകുവും സംസാരിക്കുക. അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾ RP ഗ്യാങ് എന്നുള്ള രീതിയിലത്തെ കൺസിഡറേഷൻ എടുക്കരുത്. ഇതൊരു MRC വേഴ്സസ് TV അങ്ങനെ ഒരു സാധനമായിട്ട് എടുക്കരുത് ദയവ് ചെയ്ത്. അതല്ല ഇഷ്യൂ. അതിന് പുറത്തുള്ള ഇപ്പം നടക്കുന്ന സാധനങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അശ്വിൻ ചേട്ടാ. ഹലോ. അശ്വിൻ ചേട്ടാ കേൾക്കാം, പറഞ്ഞോ. ഹലോ. അത് ഞാൻ ഇത് എങ്ങനെ പറയണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ എവിടെയൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ടിപ്പോ നമ്മള് എല്ലാവരുടെ അടുത്തും കൂടിയിട്ടാണ് അന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഓർഗിന്റെ പേരിൽ ഒന്നും വേണ്ട. ഞാനിപ്പോ തൊപ്പീനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഇതിലൊന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തൊപ്പിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോന്ന് പറഞ്ഞു എന്റെ അടുത്തും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും താല്പര്യം, ഞങ്ങൾ ഇതുവരെ അതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ വേണമെങ്കിൽ ചിലപ്പോ പേര് മാറ്റും, അങ്ങനെ ചിലപ്പോ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഈഗിളിപ്പം ഈഗിൾ പറഞ്ഞത് ഞാൻ ഇനിയിട്ട് വീണ്ടും ഇട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഇപ്പോ ദലത്തി എന്ന് പറയുമ്പോൾ അശ്വനാണ് നമ്മൾ MRC ഓണറായിട്ട് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 7 ഫ്രണ്ട്സ്, നമ്മളെല്ലാം കൂടെ 7 ഫ്രണ്ട്സ് ചേർന്നാണ് ഈ ഒരു ക്ലാനായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ക്ലാൻ എന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ആയതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ബൂട്ട് ക്യാമ്പും കാര്യങ്ങളും നമുക്ക് BGMI നല്ലൊരു ടീമിനെ നമ്മൾ ഇട്ടു, അതേപോലെ വാലറന്റ് നല്ലൊരു ടീം ഇട്ടു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഓർഗായിട്ട് മാറണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അങ്ങനെ മാറിയപ്പോൾ എന്തായാലും ഓണറിന്റെ പേര് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ രണ്ടുപേരും പേരും കൊടുത്തിട്ട്, കാരണം എല്ലാവരും 9 പേരെയും കൂടി ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരും നമ്മുടെ MRCയുടെ ഓണർ രീതിയാണ്. പക്ഷെ പേരിൽ ഞാനും അണ്ണനാണ് ഓണറായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരെ പേരൊന്നും ഞാൻ ഇപ്പൊ എടുത്ത് പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോ ഈ പേരെന്ന് പറഞ്ഞ ഇപ്പൊ ഒരു എന്താ പറയാ, ആർക്കും പറയാൻ പറ്റാത്തൊരു രീതിയിലോട്ടായിപ്പോയി. ഇപ്പം നമ്മള് അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നതല്ല, എന്നാലും ആ ഒരു രീതിയിലോട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ അവരെല്ലാവരും ഉള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയർ എന്ന രീതിയിലാണ് നമ്മൾ തൊപ്പീനെ ഇപ്പം നിങ്ങൾ കേട്ടെ ഈഗിളിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തതാണ് നമ്മളെ ടീമിലോട്ട്. അതേപോലെ റിക്രൂട്ട് ചെയ്ത ഒരാളും കൂടെയാണ് നമ്മൾ തൊപ്പി ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്നു. അവൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ഈഗിൾ പറഞ്ഞ എനിക്ക് UK വരേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇതിന് എല്ലാം മാറിയിരുന്നു, സ്ട്രീമിങ്ങിനായാലും ഗെയിമിങ്ങിനായാലും എല്ലാത്തിൽ നിന്ന് ഞാൻ മാറിയിരുന്നു. അണ്ണനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക്
വരുന്ന പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു PC എടുത്തോണ്ട് PC ഒക്കെ സ്പോൺസർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അണ്ണനായിട്ട് ഞാൻ ഇതാവുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് MRCയിൽ ആ സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ നല്ലപോലെ പൈസ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അണ്ണനാണ് നമുക്ക് എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത്, അശ്വിനാണ്. അപ്പോ അണ്ണനും ഒരു സമയത്തായപ്പോ ബിസിനസ്സിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അണ്ണനും ഒന്ന് മാറിയിക്കേണ്ടി വന്നു. ആ ടൈമാണ് ഇതൊക്കെ തൊപ്പി വൈറലാവുന്നതും ആ ടൈമൊക്കെ. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഇടപെടാൻ നിന്നില്ല. കാരണം അന്ന് നമുക്ക് അവനൊരു ഫ്രണ്ടായിട്ടാണ് വന്നത്. അപ്പൊ അവൻ നല്ലപോലെ പോകുന്നു. അതിൽ കയറി ഇടപെടാനോ നീ നമ്മളെ പേര് വെച്ച് ചെയ്യേണ്ടെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. വളരെയാണെങ്കിൽ വളരട്ടെ എന്നുള്ള രീതി തന്നെ. കാരണം നമ്മൾ ഇന്നേവരെ ആരെയും നമ്മൾ എന്താണ് ഒരാൾ വളരുന്ന കണ്ടിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഉള്ള മെയിൻ സ്ട്രീമേഴ്സ് എല്ലാവരും MRC ആണ് എല്ലാവരും തുടങ്ങിയിട്ടുള്ളത്, മിക്കുള്ളവരും. അപ്പോ എല്ലാരും വളരുന്ന തന്നെയാണ് നമുക്ക് സന്തോഷം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലൊന്നും സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു ഒരാൾ വളരുന്ന കണ്ടിട്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിന്നില്ല. പിന്നെ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടല്ല തൊപ്പിയുടെ ഗ്യാങ്, MRC ഗ്യാങ് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ ഗ്യാങ്ങിലുള്ള ആരെയും നമ്മളായിട്ടല്ല എടുത്തിട്ടുള്ളത്. അതെല്ലാം തൊപ്പിയുടെ ഇഷ്ടത്തിന് തൊപ്പി തന്നെയാണ് അവരെല്ലാവരെയും റിക്രൂട്ട് ചെയ്തതും എല്ലാം. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ അതിൻ്റെ അകത്തൊന്നും പറയാനും പോയില്ല. കാരണം അവന് സ്ട്രീം നല്ലതുപോലെ കൊണ്ടുപോകാൻ ഒരു ടീമിനെ വേണം. അതുകൊണ്ട് അവൻ എടുത്തു, അവന്റെ നല്ലതിനെടുത്തു. അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ നിന്നില്ല. സോ അവരായിട്ടൊന്നും നമ്മൾ ഒരു ഇതുമില്ല, കണക്ഷനും ഇല്ല. പിന്നെ MRCയുടെ RP അതായാലും അവർ തന്നെയാണ് അത് ചെയ്തത്. അതിലും നമ്മളൊന്നും പറയാൻ നിന്നില്ല. കാരണം അവർക്ക് നല്ലത് വരട്ടെന്ന് വെച്ച് തന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ RPയിലായാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്തൊന്നും ഇടപെടാതിരുന്നത്. അത് RP ആണ്, അത് ഗെയിമാണ്. അതിൽ അവര് എന്തൊക്കെ കാണിക്കുന്നു അത് അതേപോലെ പോട്ടെ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നും പറയാതിരുന്ന അത് ശരിയാവത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച ഒരു MRC എന്ന് പറഞ്ഞ ഒരു മാർഷലസ് എന്ന് പറഞ്ഞ ഓർഗ് അല്ലെങ്കിൽ ക്ലാൻ എന്താ പറ്റെ അതിന്റെ പേര് ഇങ്ങനെ ഒരു അത് പറയാൻ തന്നെ ഒരു എന്താണ് ഒരു ചീത്തപ്പേരായി എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂസിലാണെങ്കിലും MRC എന്നൊക്കെയാണ് എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ പേരിന്റെ മുന്നിൽ കിടക്കുന്നത് MRC ആണ്, മനസ്സിലായില്ല. അപ്പം എനിക്ക് തന്നെ കുറച്ച് ഇതുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോ. അപ്പം ഇപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ഇതിന്റെ അകത്ത് ഇടപെട്ടില്ലെങ്കിൽ അത് ശരിയാവത്തില്ല, നമ്മളെ കൈവിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈഗിളാണെങ്കിൽ ഈഗിളിന്റെ വന്ന് സംസാരിക്കാൻ ഒരു ഇത് തന്നെ ഈഗിളെ താങ്ക്യൂ. അപ്പോ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, MRCയുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ ബാക്കി ഒന്നും ഇതുവരെ ഒന്ന് കൊണ്ടുവരാൻ നിൽക്കുന്നില്ല. അത് കൊണ്ടുവരുന്ന വരെ നമ്മൾ MRC ഓണറും നമ്മുടെ ഫൗണ്ടേഴ്സും മാത്രമായിരിക്കും MRCയിലുള്ളത്. ബാക്കി എല്ലായിടത്തും നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ MRC ടാഗ് ഇനി യൂസ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അവരെന്നെ മാറ്റുന്നതായിരിക്കും അവർക്ക് നല്ലത്. നമുക്ക് ഇതിന്റെ പിറകിൽ ലീഗലായിട്ടോ അങ്ങനെ ഒന്നും പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പൊ അതിനെ ഇടപെടുത്താതിരിക്കുക, അത് മാത്രമേ എനിക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാവുള്ളൂ. കാരണം നമുക്കിനി ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചൊരു കാര്യം ഇങ്ങനെ ഇതേപോലെ പോകാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഇനി പറയുവാണ്, ഇനി അവർ ചെയ്യുന്നതിൽ നമ്മൾ MRC ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഗ്യാങ്ങിലെ ഇപ്പൊ MRC ഗ്യാങ് ആയാലും വേറെന്താണെങ്കിലും അവരൊക്കെ പേര് മാറ്റാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ തൊപ്പിയുടെ അടുത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു ഗൈസ് ഈ പേര് മാറ്റുന്ന കാര്യത്തിലോട്ട് പറ്റി. അപ്പൊ പേര് മാറ്റുന്നതിനെ പറ്റി സംസാരിച്ചപ്പം MRZ എന്നുള്ളത് മാറ്റിയിട്ട് അവർ MRC എന്നാക്കുവാന്നെന്ന് പറഞ്ഞു. MRC. അപ്പോൾ മാർസലസ് എന്ന് പറയുന്ന MRZ എന്ന് പറയണതിന്റെ ഓണർഷിപ്പാണ് ഗോകുവിനും അതുപോലെ തന്നെ അശ്വിൻ ചേട്ടനും ഉള്ളത്. സോ അവർക്ക് ആ ഒരു പേര് അങ്ങനെ തന്നെ നിലനിർത്താനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ MRC എന്നാക്കാൻ പോവുകയാണെന്നാണ് തൊപ്പിയുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞ ഡിസിഷൻ. എന്നാലും ഈ പേര് മാറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. സോ പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മിസ്ലീഡിങ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവർ വന്ന് സംസാരിക്കുന്ന മെയിൻ ഒരു കാര്യം MRC എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇനി സെർവർ സൈഡ് ഒരു ഡിസിഷനോട് പറയാം. സെർവർ സൈഡിൽ MRZ ഇട്ട് കളിക്കാൻ ഇനി ഇവിടെ സമ്മതിക്കത്തില്ല. അത് ബ്രാവോ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി MRZ തന്നെ ഇട്ട് ഇവിടെ കളിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഗ്യാങ് ഇവിടുന്ന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് വിടും. വേറെ MRC എന്നോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അതിടാൻ പാടില്ല. കാരണം MRC എന്നുള്ളൊരു സാധനത്തിൽ റൈറ്റ് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക്
ഇസഡ എന്നുള്ള ടാഗ് ഇനി ഇവിടെ യൂസ് ചെയ്ത് സിറ്റിയിൽ ഒരു ഗ്യാങ് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല. അത് ഓൾറെഡി ഇവിടെ എടുത്ത ഒരു ഡിസിഷനാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി അഡ്രസ്സ് ചെയ്യാൻ, അശ്വിൻ ചേട്ടൻ ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് സംസാരിച്ച് ഒരു ഇത് സംസാരിച്ചിട്ടുള്ള ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് മുന്നിൽ നിന്ന് പറയുന്നതല്ല. ഞാൻ മെയിൻ കളിക്കാനൊന്നും പറയണതല്ല. പിന്നെ മെയിൻ കളിച്ചാലും എന്നോട് ആരും ചോദിക്കത്തില്ല. ഓണറും എന്നെ അതിനകത്ത് കയറ്റുവാനൊക്കെ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം വേറെ ആരും എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ പബ്ലിക്കിന് റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ അതിൽ കളിച്ച പ്ലെയറാണ്, അതെന്റെ ടാഗായിട്ട് ഞാൻ വർഷങ്ങൾ കൊണ്ടു നടന്ന പ്ലെയറാണ്. അത് പറയാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ MRC എന്ന് പറഞ്ഞിട്ട് തൊപ്പി തുടങ്ങിയ ഈ ഒരു ഗ്യാങ് ഹൗസ് എന്ന് പറയുന്ന സാധനത്തിലേട്ട് അശ്വിൻ ചേട്ടനോ ഗോകുവിനോ 0 ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫസ്റ്റ് കാര്യം, ഒന്നാമത്തെ കാര്യം. പിന്നെ അവരുടെ മന്ത്ലി എക്സ്പെൻസസും അവരുടെ ഇതെല്ലാം പേഴ്സണലി തൊപ്പി തന്നെ നോക്കിക്കൊണ്ടിരുന്നതാണ് ഇത്രയും വർഷം. അതിൽ തൊപ്പി ഒരു വട്ടം നിങ്ങളെ വ്യൂവേഴ്സിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. MRCക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ മാത്രമല്ല ഓണറും, നമുക്കൊരു മാനേജ്മെന്റ് ടീമുണ്ട്. അത് എപ്പോഴോ ഏതോ ഒരു മെമ്പറിന് സസ്പെൻഷൻ കൊടുക്കാനോ ആഡ് ചെയ്യാനോ എന്തോ പറഞ്ഞ സമയത്താണ്. അന്ന് എല്ലാവർക്കും അത് മിസ്ലീഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അശ്വിൻ ചേട്ടനും ഗോകും ഒക്കെ ഇപ്പോഴും അതിനകത്ത് അവരുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഈ പറയണത് പോലെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കുറച്ച് പേര് വിശ്വസിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് വെറും കള്ളത്തരമാണ്. തൊപ്പിയാണ് അൾട്ടിമേറ്റ്ലി അവിടെ ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അല്ലാതെ വേറെ ആരും അതിന് മുകളിലോട്ടില്ല. അതിന് മുകളിൽ വേറെ ആരും തന്നെ ഡിസിഷൻ MRCയുടെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഗ്യാങ്ങിലും അവിടുത്തെ ബൂട്ട് ക്യാമ്പും അവിടുത്തെ ഗ്യാങ് ഹൗസും എല്ലാം തൊപ്പിയും ഈ പറയണത് പോലെ റാംബോ ഇവരെല്ലാവരും കൂടെ എടുത്തു വെച്ച് ചെയ്ത ഒരു കാര്യമാണ്, മനസ്സിലായോ? അപ്പൊ അതുപോലെ ഈകളെ നമ്മളിപ്പം ഇത്ര നാൾ അശ്വിനാണ്, ഞാൻ പറഞ്ഞല്ലോ, അശ്വിനാണ് നമ്മൾക്ക് സ്പോൺസർഷിപ്പ് എല്ലാം പൈസയുടെ കാര്യം എല്ലാം ചെയ്തു തന്നിട്ടുള്ളത്. ആ ഒരു ടൈമിലുള്ളത് എന്ന് വെച്ചാൽ നമ്മള് പബ്ജി BGMI ആ ടൈം ഉള്ളത്. അപ്പൊ അണ്ണൻ കൂടി പോയത് നല്ല ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. ഇപ്പൊ ബൂട്ട് ക്യാമ്പിനായാലും നമ്മളെ, അതായത് മുന്നത്തെ ബൂട്ട് ക്യാമ്പ്, ഞാനൊക്കെ ഉണ്ടായിരുന്ന മുൻ ബൂട്ട് ക്യാമ്പ്, വാലോറിന്റെ ടീം ഇട്ട ആ ബൂട്ട് ക്യാമ്പിനൊക്കെ എല്ലാത്തിനും അശ്വിനാണ് പൈസ ഇട്ടിട്ടുള്ളത്. ഇന്നേ വരെ MRC എന്നുള്ള പേരിൽ നമുക്ക് ഒരു രൂപയിലും ലാഭമോ അല്ലെ പ്രോഫിറ്റോ എന്താണെങ്കിലും കൂടിപ്പോയ അന്ന് പണ്ട് കളിച്ചിട്ടുള്ള 8 വർഷം മുമ്പ് കളിച്ചിട്ടുള്ള ടൂർണമെന്റ് ജയിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ നമ്മളെ കൈ കയറി, അതല്ലാതെ ഒരു കൂടിപ്പോയ ഒരു 30,000 മേളിൽ എന്തായാലും നമ്മൾ പ്രോഫിറ്റ് ഒന്നും ഇതുവരെ ആക്കിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഉള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് ഇതുവരെ ഒരു രൂപയിലും നമ്മൾ ഇത് വാങ്ങിച്ചിട്ടില്ല ഇന്ന് വരെ ഒരാളുടെ. കാരണം അത് എന്തൊക്കെ ഫണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുള്ള ഫണ്ടൊന്നും അല്ല അത്. സോ അതുകൊണ്ടൊന്ന് പറയണമായിരുന്നു. ഓക്കെ, അത്രയല്ലേ ഉള്ളു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ശരത്തേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനകത്തൊന്നും പറയാനില്ല, ഇവര് പറഞ്ഞല്ലോ, ഇവരെല്ലാം പറഞ്ഞില്ലേ. അല്ല, ഇതില് നമ്മുടെ സൈഡിൽ നിന്ന് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെയ്ത സാധനം ഇവര് ചെയ്ത കാര്യങ്ങൾ ആരും ഇവിടെ ന്യായീകരിക്കുന്നില്ല. ഒരിക്കലും ശരിയല്ലാത്ത നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങിയിട്ട് പറയും, ഇവരെ എനിക്ക് അതിനകത്ത് ഇൻവോൾവ് വേണ്ട. എന്നാലും ഞാൻ പറയാണ്, അത് ഇത് കഴിയുമ്പോൾ സംസാരിക്കാം. പക്ഷെ എന്നാലും പറയാണ്, ഈ ചെയ്ത കാര്യങ്ങളൊന്നും 100% ശരിയല്ല. നമ്മളൊന്നും ന്യായീകരിക്കുന്നുമില്ല, നമ്മളൊന്നും ഇതിനെ സപ്പോർട്ടും ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും മറക്കുമായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ച് എന്നെ അപരാധിക്കുമായിരിക്കും. എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞതാണ്, ആർപ്പിക്കാത്തൊരു പ്രശ്നത്തിന് അവനെ ഡ്രാഗ് ചെയ്തതിൽ എനിക്ക് ചോദിച്ചതായിരുന്നു. പക്ഷെ അതിന് ഞാനിപ്പോൾ റിഗ്രറ്റും ചെയ്യുന്നുണ്ട്. ക്ഷമ പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് ഈ ഇപ്പോഴത്തെ കോണം മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി, ക്ഷമ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് തോന്നിയതാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ബാക്കിയൊക്കെ ഇത് എന്തായാലും ലീഗലി കേസും കാര്യങ്ങളൊക്കെ ആവുന്ന എല്ലാവരും പറഞ്ഞത് കേട്ടു. എന്തോ DGP എന്തോ ഇതിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്തോ ഈ കേസ് എന്നെ പറ്റി എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻക്വയറി ചെയ്യണം. ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം. അത് തന്നെയാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് പറയേണ്ടത്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം നമ്മളിപ്പോൾ TV vs KV അല്ലെ TV vs MRC GTA ഗ്യാങ് തമ്മിൽ ഉണ്ടായ അടി പോലല്ല ഇത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ, കൂടെ നിന്നവന്റെ വീഡിയോയും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു. ഇതിനകത്ത് കുറെ ഡ്രഗ് അത് ഇത് എല്ലാം ഉണ്ട്. സോ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് അങ്ങനെ പോട്ടെ. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ താഴെ ഉണ്ടാവും, അല്ല വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ ഞാൻ ഇതിനകത്ത് ബാക്കിയുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ചേട്ടാ താങ്ക് യു, ഗോകു താങ്ക് യു. അപ്പൊ ശരിയാണ്.